നമസ്കാരം പ്ലസ് കുട്ടികളെ, എല്ലാവർക്കും സ്വാഗതം. രാഹുൽ സാറാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് ടെൻഷൻ അടിച്ച് സമയമുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയമുണ്ട്. ഇരുന്ന് മലന്നൊക്കെ കിടന്ന് പഠിക്കാനുള്ള സമയമുണ്ട്. കാരണം അത്രത്തോളം സമയം നിങ്ങളുടെ മുന്നിൽ അവർ ഇട്ട് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം പഠിക്കുക, മാക്സിമം സ്കോർ ചെയ്യുക. നമുക്കൊന്നുമില്ല, നമുക്ക് A+ വേണം. നമുക്ക് എന്തായാലും 50 മുകളിൽ, എന്തായാലും 50 മുകളിൽ, 60 50 മുകളിൽ എന്തായാലും വേണം. നമുക്ക് അതിൽ ഫുള്ള് മേടിക്കാൻ പറ്റില്ല, അത്രയും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആരും പാസ്സാവുക, ഡബിൾ പാസ്സാവുക എന്നുള്ള ഉദ്ദേശം അല്ല. 50 മുകളിൽ എല്ലാവരും മേടിക്കണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, സാർ സൊല്യൂഷൻ വേണം എന്നുള്ളത്. സൊല്യൂഷൻ ഉദ്ദേശിച്ചത് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷനാണോ, സൊല്യൂഷൻ എന്ന ചാപ്റ്റർ ആണോ എന്നറിയില്ല. എന്നാലും സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ +2 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. മാത്സും ഫിസിക്സും ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മാക്സിമം സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഇതേ കണക്ക് സപ്പോർട്ട് കാണും. ആ കെമിസ്ട്രിക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് വന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതാണ് നമ്മൾ തരാൻ പോകുന്നത്. മാക്സിമം അത്രയും എഫേർട്ട് ഇടുന്നുണ്ട് എല്ലാവരും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സൊല്യൂഷൻ. ഈ സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണെന്നറിയാമോ, സൊല്യൂഷനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. സ്ഥിരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറയാം, അത് കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ഹെൻറീസ് ലോ ആപ്ലിക്കേഷൻ. അറിയാമല്ലോ, ഹെൻറീസ് ലോ, solubility of a gas is directly proportional to അതിൻ്റെ പ്രഷർ. അതിൻ്റെ ആപ്ലിക്കേഷൻ മറ്റേ സ്ക്യൂബ ഡൈവേഴ്സ്, മൗണ്ടൻ ക്ലൈംബേഴ്സ്, സോഡ വാട്ടർ മതി, എന്തായാലും ചോദിക്കും. ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പിനകത്തുകൊണ്ട് പഠിക്കാം. രണ്ടാമത്തത് റൗൾസ് ലോ. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അല്ലേ, ആ റൗൾസ് ലോയുടെ ബേസിൽ സൊല്യൂഷൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. ഓർമ്മയുണ്ടോ? റൗൾസ് ലോയുടെ ബേസിൽ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ്, പോസിറ്റീവ് ഡീവിയേഷൻ വരുന്നതും നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നതും, വിത്ത് എക്സാമ്പിൾസ്. ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യും. നോൺ ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യില്ല. ഐഡിയൽ സൊല്യൂഷൻ അറിയാലോ, കണ്ടീഷൻ ΔH മിക്സ് 0 ആണ്, ΔV മിക്സ് 0 ആണ്. ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കും. നോട്ടെല്ലാം ഗ്രൂപ്പിനകത്തുണ്ട്. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. കയറുക, ജോയിൻ ചെയ്യുക, പഠിക്കുക, തകർക്കുക, മാറ്റുക. വേറെ കാര്യമൊന്നുമില്ല. ഇനി അടുത്തത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ΔH മിക്സ് ≠0 ആണ്, ΔV മിക്സ് ≠0 ആണ്. നോൺ ഐഡിയൽ അതിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോഴത്തേക്ക് ΔH മിക്സ് >0, ΔV മിക്സ് >0. നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് ΔH മിക്സ് <0, ΔV മിക്സ് <0. പിന്നെ ഉണ്ടല്ലോ മറ്റേ സൊല്യൂട്ട് ഇൻട്രാക്ഷൻ, സോൾവെന്റ് സൊല്യൂട്ട്, ആ ഇൻട്രാക്ഷൻ അതും പഠിച്ച് എക്സാമ്പിളും പഠിച്ചാൽ എന്തായാലും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണും. മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കും. വേറെ കാര്യമൊന്നുമില്ല. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ചോദിക്കാം. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് അതിൻ്റെ കണ്ടീഷൻ, എക്സാമ്പിൾ എന്നിട്ട് ഇത് ഏത് ടൈപ്പ് സൊല്യൂഷനാണ്. അപ്പോൾ എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കും. NCERT-യിലുള്ള എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ, നോട്ടിൽ അതേ കണക്കുള്ള എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ കണ്ടീഷൻ പഠിച്ചു വെച്ചേക്കുക. ഹെൻറീസ് ലോ പഠിക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ പഠിക്കണം. പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അറിയാലോ ഇതിൻ്റെ ഇക്വേഷൻ. P = KH × X. ഇവിടെ P = P0 𝝌A. ആ ഇക്വേഷനും കൂടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ വരുന്ന മൂന്നാമത്തെ ടോപ്പിക്ക് അസിയോട്രോപ്സ് ആണ്. അസിയോട്രോപ്സ് 2 ടൈപ്പ് ഉണ്ട്, മിനിമം ബോയിലിങ്ങും മാക്സിമം. മിനിമം ബോയിലിംഗ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും, മാക്സിമം ബോയിലിംഗ് കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ. എന്താ അസിയോട്രോപ്സ്? അത് വേപ്പർ ഫേസിലും അതിൻ്റെ ഇതിലും സൊല്യൂഷൻ ഫേസിലും വേപ്പർ ഫേസിലും ഒരേ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും, ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. ഒരേ കോമ്പോസിഷൻ, ബോയിൽസ് അറ്റ് സെയിം ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ബോയിൽ ചെയ്യും, ഒരേ കോമ്പോസിഷൻ ആയിരിക്കും അസിയോട്രോപ്സ്. പിന്നെ പഠിക്കേണ്ടത് നാലാമത്തത് വാൻ ഹോഫ് ഫാക്ടർ I. വാൻ ഹോഫ് ഫാക്ടർ അറിയാലോ, നോർമൽ മോളാർ മാസ്, അബ്നോർമൽ മോളാർ മാസ്, ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അത് ചോദിക്കും. എന്താണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തരും, KCL വാൻ ഹോഫ് ഫാക്ടർ എത്ര,
K2SO4 വാൻ ഹോഫ് ഫാക്ടർ എത്ര? NaCl വാൻ ഹോഫ് ഫാക്ടർ എത്ര? AlOH ത്രൈസ് ഇതിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ എത്ര? അങ്ങനെ ചോദിക്കും. വളരെ സിമ്പിളാണ്. ഇതിനെ അയണൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? K+ഉം Cl-. എത്ര അയോൺസ്? 2. ഇപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ 2. ഇതിനെ അയണൈസ് ചെയ്യുക എന്തൊക്കെയാണ്? 2 K+ഉം 1 SO4 2-. വാൻ ഹോഫ് ഫാക്ടർ എത്ര? 3. ഇതെങ്ങനെ അയണൈസ് ചെയ്യുന്നത്? Na+ഉം Cl-. 2 അയോൺസ്. വാൻ ഹോഫ് ഫാക്ടർ എത്ര? 2. ഇതെങ്ങനെ അയണൈസ് ചെയ്യുന്നത്? ഈ 3 ഇവിടെ കൊടുക്കുക, Al3+. ഇതിൻ്റെ 1 ഇവിടെ കൊടുക്കുക, OH-. അങ്ങനെ 3 എണ്ണം. 3 1 4. വാൻ ഹോഫ് ഫാക്ടറായി 4. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ ഓരോരുത്തരെ തന്നിട്ട് ഇതിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ ഐയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ KCl, K2SO4, NaCl, AlOH ത്രൈസ് ഇതിൻ്റെ എല്ലാം അയണൈസ് ചെയ്തിട്ട് അതിൻ്റെ ഐ വാല്യൂ കണ്ടുപിടിക്കും. KCl 2 അയോൺസ് ഐ വാല്യൂ 2, K2SO4 ഐ വാല്യൂ 3, NaCl ഐ വാല്യൂ 2, AlOH ത്രൈസ് ഐ വാല്യൂ 4. ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം വാൻ ഹോഫ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എന്തുവാ? ഇത് കണക്ക് കുറേ അയോൺസ് വന്നിട്ട് വാൻ ഹോഫ് ഫാക്ടർ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അപ്പം ജസ്റ്റ് അതിനെ അയണൈസ് ചെയ്യുക, എന്നിട്ട് ഐ വാല്യൂ കണ്ടുപിടിക്കുക. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ഇവരെ 4 പേരെ ഞാൻ തന്നത്. ഇനിയാണ് എല്ലാവർക്കും ഇത് സ്ഥിരം ഇത്രയേ ഉള്ളൂ. തിയറി ബേസ് ഇത്രേ ചോദിക്കും, വേറെ ഒന്നും ചോദിക്കില്ല. ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതാണ് പ്രോബ്ലംസ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ഇതിനകത്ത് ഒരു കാര്യം സാറ് വിട്ടുപോയി, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ചോദിക്കും. അത് ക്വസ്റ്റ്യനും ചോദിക്കാം, അതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തിയറിയും ചോദിക്കാം, ക്വസ്റ്റ്യനും ചോദിക്കാം. തിയറി മാത്രം ചോദിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു. ഓക്കെ, ഇനി തിയറി ഇപ്പം റൗൾസ് ലോ വെച്ചിട്ട് ഇക്വേഷനൊക്കെ ഉണ്ട്, പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. 1-2 വട്ടമൊക്കെ ചോദിച്ചിട്ടുള്ളൂ. കൂടുതലും പ്രോബ്ലംസ് ചോദിക്കുന്നത് ഈ സൈഡിൽ നിന്ന്. ഞാനത് ആ സാധനങ്ങൾ അങ്ങോട്ട് താഴോട്ട് എഴുതാം. 1 മൊളാരിറ്റി, 2 മൊളാലിറ്റി, ഇത് ക്യാപിറ്റൽ M, ഇത് സ്മാൾ m, 3 മോൾ ഫ്രാക്ഷൻ, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്തുനിന്നാണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം ഇത് എന്താണെന്നും ചോദിക്കാം, ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പം മൊളാരിറ്റി എന്താണ് ഡിഫൈൻ ചെയ്യുക, മൊളാലിറ്റി എന്താണ്, മോൾ ഫ്രാക്ഷൻ എന്താണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണ്. എന്താ കൊളിഗേറ്റീവ്? ഇത് സ്ഥിരം ചോദിക്കുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. 4 ടൈപ്പ് ഉണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. സ്ഥിരം ചോദിക്കുന്നത്. അതിനകത്തൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ചെയ്യുന്നത്, ഓസ്മോട്ടിക് പ്രഷർ ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അതിൻ്റെ റീസൺസ് ഒക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. അത് റൂം ടെമ്പറേച്ചറിൽ ചെയ്യാൻ പറ്റും, കോൺസെൻട്രേഷൻ കുറവാണെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ മറ്റുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെക്കാട്ടി അഡ്വാൻറ്റേജഡ് ആവാൻ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ 0.9% ഓഫ് NaCl സൊല്യൂഷൻ ഈസ് ഐസോട്ടോണിക് വിത്ത് വാട്ടർ, അതും ഓർത്ത് വെച്ചേക്കും. അത് സ്ഥിരം അങ്ങനെ തന്നെ ചോദിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ 4ൻ്റെയും ക്വസ്റ്റ്യൻസ്. അതിലാദ്യം മൊളാരിറ്റി. ഡയറക്റ്റ് ആണ് കേട്ടോ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനകത്ത് മൊളാരിറ്റി ക്യാപിറ്റൽ M അല്ലെങ്കിൽ മോളാർ എന്ന് പറഞ്ഞ് കാണും, അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ. ഇതെല്ലാം വന്നാൽ മൊളാരിറ്റിയാണ്. മൊളാരിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് ഒരു ഇക്വേഷൻ. അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നു കഴിഞ്ഞാൽ. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ മോൾസിന് പകരം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് നമ്മുടെ മൊളാരിറ്റിയുടെ ഇക്വേഷൻ. ഇനി ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 രീതിയിൽ ചോദിക്കാം. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങ് തരും. മൊളാരിറ്റി തന്നിട്ട് ഇതിലേതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറയും. മൊളാരിറ്റി എന്നിട്ട് ചിലപ്പോൾ വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ മോളാർ മാസ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും ചോദിക്കാം. ഇങ്ങനെ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഗിവൺ മാസ് ആയിരിക്കാം. ഇങ്ങനെ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. 2ഉം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മൊളാരിറ്റി കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്, മൊളാരിറ്റി തന്നിട്ട് മറ്റേത് കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്.
മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കാൽക്കുലേറ്റ് മൊളാരിറ്റി എന്ന് പറഞ്ഞു തരും. മറ്റേത് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മൊളാരിറ്റി ആണെന്ന് അവർ ക്വസ്റ്റ്യനകത്ത് പറയില്ല. അപ്പം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും മൊളാരിറ്റി ആണെന്ന്? മോളാർ സൊല്യൂഷൻ എന്നോ മോൾ പെർ ലിറ്റർ എന്നോ എന്നോ തന്നു കഴിഞ്ഞാൽ മൊളാരിറ്റിയാണ് അവർ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അത് ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാനൊരു മൊളാരിറ്റി ബേസ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനെ ബേസ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് 1-2 വട്ടമേ ചോദിച്ചിട്ടുള്ളൂ. അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, അത്ര വലിയ ഇമ്പോർട്ടൻറ്റും അല്ല, സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. എന്നാലും മൊളാരിറ്റി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാരണം നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഈ ഓസ്മോട്ടിക് പ്രഷറിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻ ഓസ്മോട്ടിക് പ്രഷറിൽ നിന്നാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അല്ല നമുക്ക് ഒരുപാടിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് ആൾക്കാരുണ്ട്, ഡയറക്റ്റായിട്ട് കൊടുക്കുക, ചെയ്യാം. ഞാനൊരു മൊളാരിറ്റി ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എവിടെ? ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. കാൽക്കുലേറ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram NaOH ഇൻ 450 ml സൊല്യൂഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മിക്കവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണോ, ഇതങ്ങ് വിട്ടേക്കാം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങ് വിട്ടേക്കാം. എന്തിനാ വിടുന്ന? 2 മാർക്കാണ്. വെറുതെ കിടന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു പേജ് എഴുതേണ്ടി വരും 2 മാർക്ക് കിട്ടാനായിട്ട്. ഇതെന്ത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി, സിമ്പിളാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഇക്വേഷൻ എഴുതണം. അതിന് 1 മാർക്കുണ്ട്. ഇക്വേഷൻ എഴുതുന്നതിനാണ് ഫസ്റ്റ് അവർ പ്രിഫറൻസ് കൊടുക്കുന്ന 1 മാർക്ക്. ഇക്വേഷൻ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ആ 1 മാർക്ക് അവർ തരത്തില്ല. പിന്നെ യൂണിറ്റ് എഴുതുന്നതിന് മാർക്കുണ്ട്. യൂണിറ്റ് എഴുതുന്നതിന് 1/2 മാർക്കാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മാർക്ക് ഇക്വേഷൻ എഴുതാൻ, ആ ഇക്വേഷൻ എഴുതിയാൽ തന്നെ അവർ 1 മാർക്ക് ഇടും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നു, ആ പ്രോബ്ലം നിങ്ങൾക്ക് അറിയത്തില്ല, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതിയാൽ തന്നെ അവർ 1 മാർക്ക് തരും. കാരണം ഇക്വേഷൻ 1 മാർക്കാണ്. പിന്നെ ചെയ്യുന്നതിന് 1/2 മാർക്കേ ഉള്ളൂ. ഫൈനൽ ആൻസറിന്, അതായത് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നതിന് 1/2 മാർക്കേ ഉള്ളൂ. ബാക്കി 1/2 മാർക്ക് യൂണിറ്റിനായിരിക്കും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞ് ചെയ്യാണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ. മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് മൊളാരിറ്റി വേണം കണ്ടുപിടിക്കും. നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഇനി നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനകത്തുണ്ടോ? നമ്പർ ഓഫ് മോൾസ് ഇല്ല. അപ്പം ഈ ഇക്വേഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഇക്വേഷൻ എടുക്കണം. ഗിവൺ മാസ്, മോളാർ മാസ്, വോളിയം ഓഫ് സൊല്യൂഷൻ. നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റി M is equal to ഗിവൺ മാസ്, ഗിവൺ തന്നിരിക്കുന്ന വെയിറ്റ് നോക്കാം. കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ആണ് 10 gram NaOH. NaOH 10 gram തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന വെയിറ്റ് എത്ര? 10 gram. 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതായത് ആരാ? സൊല്യൂട്ടല്ലേ, നമ്മൾ സൊല്യൂട്ടിനാണ് എടുക്കുന്നത് കേട്ടോ. മോളാർ മാസ് ഓഫ് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. NaOH ആണ് നമ്മുടെ സൊല്യൂട്ട്. കാരണം എടുത്തേക്കുന്ന വെയിറ്റ് NaOH ആണ് 10 gram. അപ്പോൾ NaOH 10 gram ഉണ്ട്. അപ്പോൾ NaOHൻ്റെ മോളാർ മാസ് വേണം. എങ്ങനെ NaOHൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്ന? NaOH Nൻ്റെ മോളാർ മാസും ഓയുടെ മോളാർ മാസും Hൻ്റെ മോളാർ മാസും കൂടെ കൂട്ടുക. N 23, ഓയുടേത് 16, Hൻ്റെ 1. 23, 16, 39, 39, 1, 40. സോ ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. വോളിയം എത്ര? 450 ml സൊല്യൂഷൻ എന്നാണ്. നമുക്ക് ലിറ്ററിലാണ് വേണ്ടത്. ml-നെ ലിറ്റർ ആക്കണം. എങ്ങനെ ml-നെ ലിറ്റർ ആക്കുന്ന? 450-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കട്ട് ചെയ്ത് പോയി എന്ത് കിട്ടും? 0.45 എന്ന് വരും. സോ 0.45. ഇത് ചെയ്താൽ ആൻസർ എഴുതിയിട്ട് എന്താണെന്ന് എഴുതണം? തടെ യൂണിറ്റ് എന്തുവാ? ക്യാപിറ്റൽ M, മോളാർ അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. ക്യാപിറ്റൽ M അല്ലെങ്കിൽ മോളാർ. കഴിഞ്ഞു, 2 മാർക്കും കിട്ടി. ഇതിപ്പം മൊളാരിറ്റി ചെയ്യാൻ ചോദിച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇക്വേഷൻ വേണം? ഇതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുക. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല, അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തേ പറ്റും. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് NaOH ആണ്. NaOH 10 gram തന്നിട്ടുണ്ട്. അപ്പോൾ NaOHൻ്റെ 10 gram ഡിവൈഡ് ബൈ NaOHൻ്റെ മോളാർ മാസ് 40 ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണ്. ഇത് മില്ലി ലിറ്ററിലാണ്. മില്ലി ലിറ്ററിന് ലിറ്റർ നോക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 0.45. ഇത് കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും അടിക്കണ്ട.
ഓക്കെ, ഇത് നമ്മുടെ മൊളാരിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും ചോദിക്കുന്നത്. നിങ്ങളെങ്ങനെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മൊളാരിറ്റി എന്ന് അവർ ചോദിക്കില്ല. ചോദിക്കും, എൻട്രൻസിനൊക്കെ ചോദിക്കും. പിന്നെ മൊളാരിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. ആകപ്പാട് ആ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുള്ളത് 2022 സെയ്ക്കാണ് ചോദിച്ചത്. അത്രയേ ഉള്ളൂ മൊളാരിറ്റി. ഓക്കെ, പിന്നെ മൊളാലിറ്റിയാണ്. ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. മൊളാലിറ്റിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. മൊളാലിറ്റി എന്ന് ചോദിച്ചു, അത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇത്രയും വർഷമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ മൊളാലിറ്റിയാണ്. മൊളാലിറ്റിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, ഭയങ്കര കുറവാണ്. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഇതേ കണക്ക് തന്നെ ചെയ്ത് പോയാൽ മതി. മൊളാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സ്മാളം ആണ്, അല്ലെങ്കിൽ മോളാൽ, അല്ലെങ്കിൽ മോൾ പെർ കിലോഗ്രാം. ഇക്വേഷൻ ഇതാണ്. മൊളാലിറ്റി സ്മാളം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ വെയിറ്റ് കിലോഗ്രാമിൽ എടുക്കണം. ഈ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് divided by molar mass of solute into kilogram of solvent. Given mass of solute divided by molar mass of solute into kilogram of solvent. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് മൊളാലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് കണക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. സിമ്പിൾസ് ആണ്. മൊളാലിറ്റി 2. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോണേ, കാരണം ചിലപ്പോൾ ഒരു ഇക്വേഷൻ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ മൊളാരിറ്റിയും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റിയാണ്. അത് രണ്ടും കഴിഞ്ഞു. ഇനി അടുത്തത് മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ നമുക്കങ്ങനെ ചോദിച്ചിട്ടില്ല. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മോൾ ഫ്രാക്ഷൻ കൈ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ്. ഒരു കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇതെല്ലാം ഇക്വേഷൻസ് ആണ്. ഒരു കമ്പോണൻറ്റ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനും സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡെഫിനിഷൻ ഓർത്ത്. ഇത് സൊല്യൂട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് മാറി സൊല്യൂട്ടായി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. മസ്റ്റായിട്ട് ചോദിക്കും. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. 1, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, അതിൻ്റെ ഇക്വേഷൻ 2, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ്. 3, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ്. 4ാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഇങ്ങനെ 4 ഓരോന്നിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3ൻ്റെ ഇക്വേഷൻ, 4 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രം ഒരുപാട് വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എന്താണെന്ന് മാത്രം. സോ എല്ലാത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓരോന്നിരുന്നിട്ട് നോക്കാം. ആദ്യം റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, പിന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഓരോന്നായിട്ട് നോക്കാം. ഇത് പഠിച്ചു വെക്കുക എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അതായത് റിലേറ്റീവ് ലോവറിങ്, ഇതാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഡെൽറ്റ പി ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്യുവർ സോൾവെൻ്റ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഒരു പ്യുവർ കമ്പോണൻ്റ് എടുത്ത് അതിനകത്ത് നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയും. ആ കുറയുന്ന വേപ്പർ പ്രഷറാണ് ഡെൽറ്റ പി ഡിവൈഡ് ബൈ പ്യുവറിൻ്റെ നോർമൽ. ഈ ഡെൽറ്റ പി നമ്മൾ കണ്ടുപിടിക്കുന്നത് P1 മൈനസ് P01 ആണ്. ഓക്കെ, P1 മൈനസ് P01 റിലേറ്റീവ് ലോവർ P01 മൈനസ് P1 P01 മൈനസ് P1. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 1 എന്ന് പറയുന്നത് സോൾവെൻറ്റും 2 എന്ന് പറയും, എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാവർക്കും 1 എന്ന് പറയുന്നത് സോൾവെൻറ്റും
2 എന്ന് പറയുന്നത് സൊല്യൂട്ടുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ്, 1 സോൾവെൻ്റ് ആണ്. സോൾവെൻറ്റിൻ്റെ P0 മീൻസ് പ്യുവർ ആണ്, പ്യുവർ. ഡെൽറ്റ പി ബൈ P01 ഇസിക്കൽ കൈ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, ഡെൽറ്റ പി ബൈ P01 ഇസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1, അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ P01 ഇസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2, ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ എഴുതാം. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. ഇതിനകത്ത് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അത് ക്വസ്റ്റിനകത്ത് പറയും, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഇത്രയാണെന്ന്. P01 പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ. ഓക്കെ, W2 സൊല്യൂട്ടാണ്, സൊല്യൂട്ടിൻ്റെ വെയിറ്റ്. 1 സോൾവെൻ്റ് ആണ്, സോൾവെൻറ്റിൻ്റെ മോളാർ മാസ്. W1 സോൾവെൻറ്റിൻ്റെ വെയിറ്റ്. M2 സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. ഓക്കെ, അപ്പം അതിൽ ഏതൊക്കെയാണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അത് ക്വസ്റ്റിനകത്ത് കാണും, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ VP. P01 വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ്, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ്. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. W1 വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, M1 മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ്. M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിനെ ബേസ് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരുപാട് വട്ടം സെയിം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റിപ്പീറ്റ്, മിക്കപ്പോഴും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണേ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ. പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ ഈസ് 0.850 ബാർ. പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ 0.850 ബാർ. എ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സോളിഡ് വെയിങ്. അതായത് നമ്മൾ ഇതിനകത്തോട്ട് ഈ ബെൻസീനകത്തോട്ട് ഒരു സോളിഡിനെ ആഡ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. ആഡ് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ സൊല്യൂട്ടിനെ ആഡ് ചെയ്തു. അതിൻ്റെ വെയിറ്റ്, സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തോ, സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ W2. അതിൻ്റെ വെയിറ്റ്, അപ്പോൾ W2ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 0.5 ഗ്രാമാണ്. 39 ഗ്രാം ബെൻസീനിൽ. ബെൻസീൻ്റെ വെയിറ്റ്, ബെൻസീൻ സോൾവെൻ്റാണ്, സോൾവെൻ്റ് വെയിറ്റ് W1 ആണ്. ബെൻസീൻ്റെ വെയിറ്റ് 39 ഗ്രാമാണെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് മോളാർ മാസ് ഓഫ് ബെൻസീൻ 78 ബെൻസീൻ്റെ മോളാർ മാസ് ബെൻസീനെ വിളിക്കുന്ന പേര് M1 എന്നാണ്. മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് M1ൻ്റെ വാല്യൂ 78. അങ്ങനെയാണെങ്കിൽ വേപ്പർ പ്രഷർ, പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ ഇതാണ്. പക്ഷേ വേപ്പർ പ്രഷർ എത്ര ആയിട്ട് മാറുമെന്ന് പറഞ്ഞു, 0.845 ബാർ ആയിട്ട് വേപ്പർ പ്രഷർ മാറും. അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് ഓഫ് സോളിഡ്, ഈ സോളിഡിൻ്റെ മോളാർ മാസ് M2 ആണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതാൻ ടൈമില്ലാത്ത സ്ഥലമില്ലാത്തതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ബെൻസീനുണ്ട്, അതിൻ്റെ വേപ്പർ പ്രഷർ 0.850 ബാറാണ്. അത് നോൺ വോളറ്റൈലാണ്. അതിനകത്തോട്ട് നോൺ വോളറ്റൈലായിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുന്നു. 0.5 ഗ്രാമാണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റ്. അത് 39 ഗ്രാം ബെൻസീനിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. അപ്പോൾ സൊല്യൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബെൻസീൻ എന്തായിരിക്കും, സോൾവെൻ്റ് ആയിരിക്കും. ഇപ്പം സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ഉണ്ട്, സോൾവെൻറ്റിൻ്റെ വെയിറ്റിനെ വിളിക്കുന്ന പേര് W1 എന്നാണ്, വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് അതുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. വേപ്പർ പ്രഷർ 0.850 0.845 ആകുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണം നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ. W2 ഉണ്ട്, W2. അപ്പോൾ W2ൻ്റെ സ്ഥാനത്ത് 0.5 എന്ന് കൊടുക്കുക.
M1 മോളാർ മാസ് M1 78 ഡിവൈഡഡ് ബൈ W1 39 ഇൻറ്റു M2 ആണ് കണ്ടുപിടിക്കണം. ഇനി ഇതെന്തുവാ? പ്യുവർ വേപ്പർ പ്രഷർ, പ്യുവർ ബെൻസിൻ്റെ വേപ്പർ പ്രഷർ എത്ര? 0.850. എന്ത് ഇത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇത്രയും ആയിരുന്നു, ഇത്രയും കുറഞ്ഞു എന്നല്ലേ? ഇത്രയും ആയിരുന്നു, ഇത്രയും. അപ്പോൾ എത്ര കുറഞ്ഞു നിങ്ങൾ നോക്കിക്കേ. 0.850 ആയിരുന്നു നോർമൽ, അത് 0.845 ആയി. ഇത്രയും കുറഞ്ഞു. അപ്പോൾ എത്ര കുറഞ്ഞ? 2 കൂടെ മൈനസ് ചെയ്തേ. 0.005 കുറഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് M2 കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇതും ഓരോ ടേംസും കാണാതെ പഠിക്കുക. എന്താണ് സോൾവെൻറ്റ്, എന്താണ് സൊല്യൂട്ട് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. എല്ലാം ക്വസ്റ്റിനകത്ത് കാണും. ഒരെണ്ണം കണ്ടുപിടിക്കാൻ ബാക്കി എല്ലാം ക്വസ്റ്റിനകത്ത് തരും. ഡയറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. പിന്നീട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആഡ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. എന്തിനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കുക, അത് സൊല്യൂട്ടും. ആരിലോട്ടാണ് ആഡ് ചെയ്തത്, അത് സോൾവെൻറ്റും. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്തത്. നമ്മളെപ്പോഴും സൊല്യൂട്ടിനെ 2 ആയിട്ടും സോൾവെൻറ്റിനെ 1 ആയിട്ടുമാണ് എടുക്കുന്നത്. കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അത് ക്ലിയറായി. അപ്പം റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷർ 2 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇത്രയും നാളായിട്ട് ആ 2 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ. ചിലപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ആ വാല്യൂ എടുക്കാം. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇത്രയാണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ പിക്ക് വരെ അതെടുക്കുക. അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്യുവറിൽ നിന്ന് മറ്റേതിനെ മൈനസ് ചെയ്യാം. ഇനി അടുത്തത് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ആണ്. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TF = KF × M. M മൊളാലിറ്റിയാണ്. മൊളാലിറ്റി. KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ആണ്. അത് TF - T0F ആണ്. അതായത് പ്യുവറിൻ്റെ വേപ്പർ പ്രഷർ ഇത് ഇത്ര ടെമ്പറേച്ചർ കൂടി എന്ന് പറയും. ആ ടെമ്പറേച്ചറിന് ഡെൽറ്റ TB KB ആണ് കേട്ടോ. TB T0B. എത്രയാണ് ടെമ്പറേച്ചർ കൂടുന്നത് അതിനെ പ്യുവറിൻ്റെ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇക്വേഷൻ വരുന്നതാണ്. പ്രോബ്ലം ചെയ്യാൻ ഇങ്ങനെ എടുക്കുക. ഡെൽറ്റ TB = KB × മൊളാലിറ്റി ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. W2 / M2 × കിലോഗ്രാം ഓഫ് W1. ഇനി എന്തൊക്കെയാ നോക്കാം. ഡെൽറ്റ TB റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അത് ക്വസ്റ്റിനകത്ത് കാണും. അല്ലെങ്കിൽ TB - T0B. TB ആഡ് ചെയ്തതിന് ശേഷമുള്ള ബോയിലിംഗ് പോയിന്റ്, T0B ആഡ് ചെയ്തതിന് മുന്നേ. KB എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ക്വസ്റ്റിനകത്ത് കാണും, കോൺസ്റ്റന്റ് ആണ്. W2 എന്തുവാ? സോൾവെന്റ് അല്ല സൊല്യൂട്ട്. അപ്പോൾ സൊല്യൂട്ടിന്റെ വെയിറ്റ്. M2 സൊല്യൂട്ടിന്റെ മോളാർ മാസ്. kg ഓഫ് W1 എന്തോ സോൾവെന്റിന്റെ വെയിറ്റ്. അത്രയേ ഉള്ളൂ. ഇനി ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഇത് കണക്കാണ്. ഡെൽറ്റ TF = KF × M. അതിൽ ഡെൽറ്റ TF നമ്മൾ കണ്ടുപിടിക്കുന്നത് T0F - TF ഇങ്ങനെ കണ്ടുപിടിക്കും. KFനെ വിളിക്കുന്ന പേര് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ TF = KF × W2 / M2 × കിലോഗ്രാം ഓഫ് W1. മാറ്റമൊന്നുമില്ല. അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ. സിമ്പിളാണ്. π = CRT. ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് π = N/VRT. ഇക്വേഷൻ ഇത് വെച്ചിട്ടല്ല ചെയ്യേണ്ട, ഇത് വെച്ചാൽ ചെയ്യേണ്ട, ഇത് വെച്ചാൽ ചെയ്യേണ്ട. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് π = N/VRT വരും. അല്ലെങ്കിൽ πv = N-ന് പകരം WB / MB × W2 / M2 × RT. ഇത് വെച്ചിട്ട് വേണം ചെയ്യാൻ. π ഓസ്മോട്ടിക് പ്രഷറാണ്, V വോളിയമാണ്, W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് വേണം നിങ്ങൾ 4 അതിൽ ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി ഇത് 3 അത് ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് തരും. ഇതേ കണക്ക് ഡയറക്റ്റ് ആയിട്ട് തരും നിങ്ങൾക്ക്. ഡെൽറ്റ KB അറിയാമല്ലോ, W2 അതെല്ലാം അറിയാമല്ലോ, ടേംസ് എല്ലാം അറിയാമല്ലോ. ഇനി പ്രോബ്ലംസിൽ എന്താണോ തരുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. സിമ്പിൾ സാധനമാണ്, വളരെ സിമ്പിളാണ്. ഇതിൽ ഏതാണോ അതിനനുസരിച്ച് ചെയ്യുക. ഒരു 2 ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. 2 ക്വസ്റ്റ്യൻ അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലിയർ ആവും. 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
1 gram of non-electrolyte solute dissolved in 50 gram of benzene lowered freezing point by 0.40 Kelvin. The freezing point depression constant is 5.12 kilogram per mole. Find molar mass of solute. ഒരു ക്വസ്റ്റ്യൻ, ഒറ്റൊരു ക്വസ്റ്റ്യൻ മതി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പറഞ്ഞേക്കുന്നത് 1 gram ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ടിൻ്റെ 1 gram. അപ്പോൾ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സൊല്യൂട്ടിൻ്റെ സൊല്യൂട്ടിനെ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 കൊണ്ട്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ W കൊണ്ട്, വെയിറ്റിനെ W കൊണ്ടും മോളാർ മാസിനെ M കൊണ്ടും. അപ്പോൾ വെയിറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ വെയിറ്റ്, അപ്പോൾ W2 നമ്മുടെ കയ്യിലുണ്ട് 1 gram. ഡിസോൾവ് ഇൻ 50 gram ഓഫ് ബെൻസീൻ. ആരിൽ ആ സൊല്യൂട്ടിന് ഇട്ട് കൊടുക്കുന്ന ബെൻസീൻ. അപ്പോൾ ബെൻസീനാണ് സോൾവെൻറ്റ് 50 gram. അപ്പോൾ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ഉണ്ട്, സോൾവെൻറ്റിന് 1, അപ്പോൾ W1 നമ്മുടെ കയ്യിലുണ്ട് 50 gram. ഇനി ലോവേർഡ് ഫ്രീസിംഗ് പോയിന്റ് ബൈ 0.40. ലോവേർഡ് ഫ്രീസിംഗ് പോയിന്റ് കുറച്ചു. ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ കുറച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ലോവേർഡ് ഫ്രീസിംഗ് പോയിന്റ്. ഈ ഡെൽറ്റ TF എന്തുവാ? ലോവറിങ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഡെൽറ്റ TF ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്ര? 0.40 Kelvin തന്നു. ഇനി ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് KF, അതായത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ 5. ഇവിടെ കോൺസ്റ്റന്റ് ആരാ? KF ആണ്. അപ്പോൾ KF-ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 5.12. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിന്റെ സൊല്യൂട്ട് 2 ആണ്, മോളാർ മാസിന് M ആണ്. അപ്പോൾ M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റിനകത്ത് കൊടുത്താൽ മതി. ഇക്വേഷൻ എന്തുവാ? ഡെൽറ്റ TF is equal to KF into W2 divided by M2 into kilogram of W1. ഓരോന്നായിട്ട് കൊടുക്കാം. ഡെൽറ്റ TF 0.40 is equal to KF 5.12 into W2 1 divided by M2 കണ്ടുപിടിക്കണം. M2 into kilogram of W1 ഗ്രാമിലാണ്, കിലോഗ്രാം ആക്കാൻ ഡിവൈഡഡ് ബൈ 1000, കാരണം കിലോഗ്രാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതും ക്യാൻസൽ ആയിപ്പോൾ എന്ത് കിട്ടും? 5/100. 500 0.005. 2 സ്ഥാനം മാറ്റി കുത്തണം, 0.05. സോ 0.05 ഇത് കണ്ടുപിടിച്ചാൽ ആൻസറായി. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിൾ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചിലപ്പം വാൻ ഹോഫ് ഫാക്ടർ I തരും. അങ്ങനെ തരുന്ന കേസിൽ ഇതാ ഈ ഇക്വേഷൻസിൻ്റെ എല്ലാം കൂടെ ആ ഐയും കൂടെ ഒന്ന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാം. I വാൻ ഹോഫ് ഫാക്ടർ I തന്നാൽ അതിനെയും കൂടെ ഒന്ന് ആ ഇക്വേഷൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുക. തന്നിരിക്കുന്ന ആൾക്കാരെ 1 സോൾവെൻറ്റ് 2 സൊല്യൂട്ട്, അതിനനുസരിച്ച് വെയിറ്റിന് W, മോളാർ മാസിന് M, അതെടുത്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. വേറെ ഒരു കാര്യമില്ല, സിമ്പിൾ സാധനം. കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ ചെയ്യാം. 1000 centimeter cube ഓഫ് ആൻ aqueous solution 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓഫ് എ പ്രോട്ടീൻ contain 1.26 gram of protein. Okay, the osmotic pressure at 300 Kelvin is 2.57 into 10 raised to 3 bar. Calculate molar mass. ആറിൻ്റെ വാല്യൂ 0.083 ലിറ്റർ ബാർ എടുക്കാൻ അവർ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം 1000 centimeter ക്യൂബ് ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പം ഇതാണ് തന്നേക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ. അത് പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനകത്തുണ്ട് 2.57 into 10 raised to 3 bar. എത്ര കെൽവില്ല? 300 കെൽവിൻ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഉണ്ട് 300 കെൽവിൻ. ആറിൻ്റെ വാല്യൂ ഒരു ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് 0.083. ഇനി എന്താ വേണ്ട? 6 T
Ti/pi, ഡബ്ല്യൂവും എമ്മും വേണം. വെയിറ്റ് തന്നിട്ടുണ്ടോ? വെയിറ്റ് വി വോളിയം ഉണ്ടല്ലേ, വോളിയം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ആൻ അക്വ സൊല്യൂഷൻ. സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ അല്ലേ. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മില്ലി ലിറ്റർ അല്ലേ. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ. 1000 സെൻറ്റിമീറ്റർ ക്യൂബ്, 1000 മീൻസ് 1000 മില്ലി ലിറ്റർ. 1000 മില്ലി ലിറ്റർ. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് 1000 മില്ലി ലിറ്റർ. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ. ശരിയല്ലേ, 1 ലിറ്റർ. അപ്പം വോളിയം നമ്മുടെ കയ്യിലുണ്ട് 1 ലിറ്റർ. ഇനി ഓഫ് എ പ്രോട്ടീൻ കണ്ടന്റ് 1.26 ഗ്രാം ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ വെയിറ്റ് 1.26 വെയിറ്റ് ആണ്. വെയിറ്റിന് പകരം W1 W2 1.26. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സിമ്പിൾ. πv is equal to W2 divided by M2 into RT. അതിനകത്ത് പൈയുടെ വാല്യൂ എത്ര? ദാണ്ട. വിയുടെ വാല്യൂ എത്ര? 1 ലിറ്റർ. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് 1000 മില്ലി ലിറ്റർ ആണ്, അത് 1 ലിറ്റർ ആണ്. പിന്നെ W2ൻ്റെ വാല്യൂ ഉണ്ട്, M2 മോളാർ മാസാണ് കണ്ടുപിടിക്കേണ്ടത്, ആറിൻ്റെ വാല്യൂ ഉണ്ട്, ടിയുടെ വാല്യൂ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തുള്ളൂ, നിങ്ങൾ പേടിക്കണ്ട. ഇക്വേഷൻസ് കാണാതെ പഠിച്ച് എന്തൊക്കെയാണ് ടേംസ് എന്ന് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ എടുക്കുക, അത് കണ്ടുപിടിക്കുക, എഴുതുക, സിമ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വിടരുത്. 2 മാർക്കോ 3 മാർക്കോ ആയിരിക്കും. അതല്ലാതെ ചോദിക്കുന്ന ടേംസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോകും. ഓക്കെ.